ഒരാവശ്യത്തിന് ലോണിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പേർക്കട വന്നിട്ട് ആട്ടോയിൽ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ക്രോസ് ചെയ്ത് ഏകദേശം അങ്ങ് എത്തി. അപ്പോഴാണ് ഈ വണ്ടി എന്തോ വന്ന് കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഞാൻ അവിടെ താഴെ വീണു. പിന്നെ അഴിച്ച് നോക്കിയപ്പം ഇവർ രണ്ടുപേരും ഫ്രണ്ടിൽ കിടക്കുകയായിരുന്നു. കുറേ ദൂരെ പോയിട്ടാണ് വേറെ മരിച്ചുപോയ ചേച്ചി കിടന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ചേച്ചിയെ ഉടനെ വണ്ടിയിൽ കയറ്റിയ ഒരു ചേച്ചിയെ കൊണ്ടുപോയി. ആ ചേച്ചിയെ കൊണ്ടുപോകാൻ വണ്ടികളൊന്നും നിർത്തിയില്ല. പിന്നെ ആംബുലൻസ് വന്നില്ല. അങ്ങനെ അരമണിക്കൂറോളം അവിടെ കിടക്കുകയായിരുന്നു ആ ചേച്ചി. അല്ല, ജ്യോതിലക്ഷ്മി ആ ചേച്ചി. പോയവരവർ നിർത്തിയ വണ്ടി കയറ്റിയതുമില്ല അവർ. എൻ്റെ ഇതിൽ ഒരു ബൈക്കാണ് അവിടെ തെറിച്ച് കിടന്നത്. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ആ ഒരു ബൈക്ക് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ കണ്ടുന്നവരാണ് പറയുന്നത് 2 ബൈക്കുണ്ടായിരുന്നു. നഗരസഭയുടെ ഒരു വണ്ടിയാണ് വന്ന് മറ്റേ ആ ചേച്ചിയെ ഇപ്പം ആശുപത്രി കിടക്കുന്ന ആ ചേച്ചി തുളസി ചേച്ചിയെ കൊണ്ടുപോയത്. അവിടെ ചെറിയ പൊട്ടൽ കാല് പൊട്ടൽ. സൗണ്ട് ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഇവൾ വീഴുന്ന കിടക്കായിരുന്നു ശാലിനി. അപ്പോൾ ശാലിനി വീഴുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി വന്നപ്പോൾ കഴിക്കാൻ വയ്യാതിരുന്നു. അപ്പോഴും നോക്കിയപ്പോൾ തുളസി വീഴുന്ന കിടക്കണം. തുളസി വീഴുന്ന കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മിയെ ഇടിച്ച് കുറേ പൊക്കത്തിൽ പോയിട്ട് വന്ന് വീഴുന്നു. നമ്മൾ വിചാരിച്ചു വേറെ ആരോ ആക്റ്റീവ് ആരോ ഇടിച്ചതാണെന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുറേ പൊക്കത്തിലങ്ങ് പോയിട്ട് തപ്പനെ താഴെയൊന്നും വീഴുന്നു. അപ്പോൾ തന്നെ അതിന് ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് വെള്ളം കൊടുത്ത് നൂത്തെടുത്തിയപ്പം കാലിവിടെ പൊട്ടി ശകല തൊലിയിൽ ഇങ്ങനെ കിടന്ന് തൂങ്ങി. ശരിക്കും വണ്ടികളെ വിളിച്ച് ഒറ്റ എണ്ണം നിർത്തിയില്ല. ഒരു 3/4 മണിക്കൂർ കൂടുതൽ ലക്ഷ്മി അവിടെ കിടന്നു. തുളസിക്ക് ഉടനെ തന്നെ വണ്ടി കിട്ടി കൊണ്ടുപോയി. കിടന്നിട്ട് ആശുപത്രി കൊണ്ടുപോകണതൊരു ഓർമ്മ വന്നില്ലായിരുന്നു. കുറേ നേരം കിടത്തിയിരുന്നു. കുറേ നേരം അയ്യോ ആരെങ്കിലും കൊണ്ടുപോകണേ, ഒരു വണ്ടി നിർത്തണേ എന്ന് കൂടി വരും. ഞങ്ങൾ റോഡിൽ കിടന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വിളിക്കുകയായിരുന്നു. ഒരു മനുഷ്യർ പോലും വണ്ടി നിർത്തില്ല. അപ്പോഴാണ് ഈ അമ്മയും മോനും ഈ ടാറ്റ സുമയിൽ വരെയായിരുന്നു. എൻ്റെ വിളിയും കേട്ടോണ്ട് ഈ അമ്മ കരയണ്ട, ആ ചേച്ചിയെടുത്ത് വണ്ടിയിൽ ഇവിടെ കയറ്റെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ വേണ്ട അറിഞ്ഞുകൂടാന്ന്. ഞങ്ങൾക്കും ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ അവിടെ കൂടുതലായിട്ട് വന്നിട്ടില്ല. ഈ വണ്ടിക്കകത്തെടുത്ത് ലക്ഷ്മി മൊത്തത്തിൽ എൻ്റെ മടിയിലാണ് കിടത്തിയിരുന്നത്. ഞാൻ വിളിച്ചെനക്ക് ഇവളും ഞാനും കൂടെ മാറി വിളിക്കും. ഞാൻ ലക്ഷ്മി എന്ന് വിളിച്ചപ്പം ഒരു ബോധമില്ല, ഒരു ശ്വാസം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കാല് മൊത്തം വാതിലിങ് ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ കാലിനെ തിരിച്ച് മറിച്ചാണ് ഇതിൻ്റെ പുറത്തോട്ടെടുത്ത് വച്ച് ഡോറ് മടക്കി വെച്ച് അടച്ചത്. എന്നിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളി കേൾക്കണില്ലേ, ഈ കൈയിൻ്റെ പൊട്ടി ഒരു എല്ലിങ്ങനെ തള്ളി പുറത്തിരിക്കുകയായിരുന്നു. അത് കുമ്പിളിയായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൈ ഇത്ര ഉണ്ടായിരുന്നു, വലിയൊരു പെരുവിരിക്കുകയായിരുന്നു. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോധമില്ല. നല്ല വിധേനെ ഈ കാറിൽ അവിടെ തട്ടി സിഗ്നൽ കൊടുത്താണ് വണ്ടി ഒന്ന് ജനലാശുപത്രി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ആംബുലൻസ് നിർത്തി. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഈ ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് ജനലാശുപത്രി കൊണ്ടുപോയി. ജനലാശുപത്രിയിലാണ് ആൾക്കാരൊക്കെ നിൽക്കണതെന്ന് പറഞ്ഞ്. അപ്പോൾ ആംബുലൻസ് പറഞ്ഞ് ജനലാശുപത്രി ആയതുകൊണ്ട് കയറില്ല എന്ന് പറഞ്ഞ്. തിരിച്ച് ഞങ്ങൾ കുറേ പോയപ്പോൾ ഒരു വെള്ള മാരുതി വണ്ടി പോലത്തെ ഒരു പോലീസ് വാൻ കണ്ട്. ആ പോലീസ് വാൻ നിർത്തിയിട്ട് സാറേ ഒന്ന് ഇതിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി തരണേന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്തോന്നാണ്. ഞങ്ങൾ പറഞ്ഞ് ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് മെഡിക്കലിലോട്ട് വിട്ടതേന്ന് പറഞ്ഞു. ആ പോലീസ് വാനിൽ 2 ഉദ്യോഗസ്ഥർ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് മോനെ കണ്ട് വന്ന് അമ്മ എന്ന് തലേന്ന് മോനെ അമ്മയ്ക്ക് വിളി കേൾക്കാൻ പറ്റൂല. അപ്പം അവൻ തിരിച്ച് അമ്മയുടെ കാക്ക വന്നുകൊണ്ട് വിളിച്ചപ്പോൾ അവൻ കാല് കണ്ടപ്പം തന്നെ അവന് ബോധമില്ലായിരുന്നു. അവൻ അങ്ങ് ഓടി. അപ്പോഴവളുടെ ഭർത്താവ് വന്നു, സുരേഷ് വന്നു. ലക്ഷ്മി എന്ന് വിളിച്ച് സുരേഷ് വിളിക്കാൻ നിൽക്കേണ്ട, ലക്ഷ്മി പുറത്തെടുക്ക്, അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആശുപത്രി കൊണ്ട് എത്തിക്കാൻ പറഞ്ഞു. അവളെ വലിയ വേദന ഈ കാലിനെ എടുത്ത് മറച്ച് വച്ചും കൊണ്ട് വലിച്ച് തൂക്കിയെടുത്ത് അവന് തന്നെ ഓർമ്മയില്ലായിരുന്നു. എല്ലാവരും കൂടെ തൂക്കി ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിലായപ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അപ്പം ഇവൾ പറഞ്ഞു ചേച്ചി എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി ചേച്ചി, ഞാൻ ചേച്ചി കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവരാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. മത്സര ഓട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മത്സര ഓട്ടം 2 ബൈക്കിനെ അങ്ങനെ ഓടി വന്നിട്ട് ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് അങ്ങനെ ഇടിച്ച് തള്ളിയിട്ടത്. അതറിയില്ല, ഒരാളെന്തോ ചോദ്യം ചെയ്യുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്, അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 1 മണിക്കാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. ഒരു 1:15 1 മണിക്ക് ഞാൻ ജോലി സ്ഥലത്ത് നേരെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് അപ്പോൾ തന്നെ കാലൊക്കെ അങ്ങ് ഒടിഞ്ഞ് ഡി ആയിരുന്നു.